പുതിയ FCR ഭേദഗതി ബിൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെല്ലാം വളരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന ഒരു നിയമമാണ്. കാലാകാലങ്ങളായിട്ട് FCR മുഖാന്തരം സഭയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന പണം വളരെ കർശനമായ നിയമങ്ങളിൽ പാലിച്ചുകൊണ്ട് തന്നെയാണ് ചെലവഴിക്കുന്നത്. വിദ്യാഭ്യാസം, ആതുര സേവന രംഗങ്ങൾ, അതുപോലെ സാമൂഹ്യ സേവനത്തിന് മന്ദബുദ്ധികളും വികലാംഗരുമായിരിക്കുന്നവർക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന്, അങ്ങനെയാണ് എൻ്റെ ചുമതലയിൽ ഞാനിതിനെ എടുത്തിട്ട് കഴിഞ്ഞ 35 വർഷക്കാലത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ FCRയുടെ നിലവിലുള്ള നിയമങ്ങൾ കർശനങ്ങളാണ്. അവയെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായി യൂട്ടിലിറ്റി അക്കൗണ്ടും എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിദേശത്തു നിന്നുള്ള പണം പലപ്പോഴും വിദേശത്തുള്ള നമ്മുടെ പള്ളികളിൽ നിന്ന് വരുന്നതായ നേർച്ചപ്പണം പോലും അത് സ്വീകരിക്കുവാൻ പാടില്ലാത്ത രീതിയിലുള്ള കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നത് സഭയെ എല്ലാം വീർപ്പ് മുട്ടിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, അവ ചെലവഴിച്ചുകൊണ്ടുണ്ടാകുന്നതായ സാമൂഹ്യ സേവന പ്രവർത്തന മേഖലകളെല്ലാം ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം ഏറ്റെടുക്കാനുള്ളതായിരിക്കുന്ന നിയമമുണ്ടാകുന്നു എന്ന് പറയുന്നത് സഭകൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും സാമൂഹ്യ സേവനങ്ങളെയും വളരെ ആശങ്കയിലാക്കുന്നു. മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാവും. ഉദാഹരണമായിട്ട് മലങ്കര സഭയിൽ 2-3 FCR ബ്ലോക്ക് ചെയ്തിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാരണം അവർ പറയുന്നില്ല. എന്നാൽ അത് റിലീസ് ചെയ്യാൻ അപേക്ഷകൾ പല പ്രാവശ്യം കൊടുത്തു. റിന്യൂ ചെയ്യാൻ അതെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന് അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഇതുവരെയും അതിനെക്കുറിച്ച് ഏതാണ്ട് 2-3 മാസങ്ങളായി ഒരറിവും അതിനെക്കുറിച്ചില്ല. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര തലത്തിലാണിത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതവർ ചെയ്യാതെ ഇത്രമാത്രം കർശനമായിട്ട് നിൽക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശുശ്രൂഷകൾക്ക് എല്ലാ സഭകളെയും ബാധിക്കുന്ന ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ഈ പുതുതായി ഉണ്ടാക്കിയിരുന്ന ഭേദഗതി ബിൽ, FCRയുടെ ഭേദഗതി ബിൽ പുനഃപരിശോധിക്കണമെന്നുള്ളതും സഭകൾക്ക് പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ അതിനെ പുനഃപരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് സഭയ്ക്ക് പ്രത്യേകമായി ആവശ്യപ്പെടാനുള്ളത്. മാത്രമല്ല, ക്രൈസ്തവ സഭകളെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ നീക്കമായി കാണുന്നു. ന്യൂനപക്ഷങ്ങൾ വരുതിയിലാക്കുന്നതാണോ എന്ന് അറിവില്ല. കാരണം FCR ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും എല്ലാം ഉണ്ട്. അവരെ എല്ലാം ബാധിക്കുന്നതാണ്. കാരണം ഹൈന്ദവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഒക്കെ ക്രിസ്ത്യൻ സംഘടനകളും എല്ലാം മതങ്ങളും എല്ലാം ഈ FCRയുടെ വകുപ്പിൽ വരുന്നതാണ്. ഇനി എന്തിനാണിത് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടോ ഒക്കെ ഉള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനാണോ ഇതിൽ കൂടെ ശ്രമിക്കുന്നതെന്ന് നമുക്ക് ആശങ്കയുണ്ട്. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നിർബാധം ഈ സഭയ്ക്ക് അതിൻ്റെ ശുശ്രൂഷകൾ നടത്താനുള്ള അനുവാദമുണ്ടാകണം. മാത്രമല്ല, ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായ FCRകളെല്ലാം റിലീസ് ചെയ്യാനും അത് റിന്യൂ ചെയ്യാനും ഉള്ള അനുവാദം കിട്ടണം. കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല. എന്താണ് സഭകളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്തോട് ഈ രീതിയിൽ മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങൾ ഉത്തരേന്ത്യയിലടക്കം ഉന്നയിച്ചുകൊണ്ട് പല ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണം പോലും അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ BJPക്ക് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പാണെന്നാണോ കരുതുന്നത്?
അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ അതാണ് മനസ്സിലാകുന്നത്. ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടോ എന്ന് സഭകൾ സംശയിക്കുന്നുണ്ട്. കാരണം സഭകളുടെ പള്ളികളും ഒക്കെ സന്ദർശിക്കുകയും വ്യക്തികളെ സന്ദർശിക്കുകയും സഭാ നേതാക്കന്മാർക്ക് ക്രിസ്തുമസിനും മറ്റുള്ളതിനുമൊക്കെ വിരുന്ന് സൽക്കാരം നടത്തുകയൊക്കെ ചെയ്യുന്നത് സഭയുടെ നേതാക്കന്മാർ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് സഭകളുടെ മിഷൻ പ്രവർത്തന രംഗങ്ങളെ ഇത്രമാത്രം സ്ട്രിഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ ഇതെന്താണ് ഈ രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനം സഭയെ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെയധികം ആശങ്കയോടാണ് ഇതിനെ കാണുന്നത്. ഈ വിഷയം വന്നതിന് ശേഷം BJP നേതാക്കൾ പറയുന്നത് സഭാ നേതാക്കൾ ഒന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സഭയുമായിട്ട് ഈ നേതാക്കൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ട്? ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നതായ സമയത്ത് ഇപ്പോൾ എൻ്റെ സഭയിൽ തന്നെ പെട്ടതായ 3 FCRAകൾ ബ്ലോക്ക് ചെയ്തിട്ട് 2 വർഷത്തിലധികമായി. അത് റിന്യൂ ചെയ്ത് തരാൻ യാതൊരു കാരണവും അവർ പറയുന്നില്ല. അപ്പോൾ അത് ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നത് ആ വാക്കിന് അർത്ഥമില്ലെന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള സ്ഥാനാർത്ഥിയാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും BJP 2 മണ്ഡലങ്ങളിൽ കൂടി, തൊട്ടടുത്ത 2 മണ്ഡലങ്ങളിൽ കൂടിയുണ്ട്. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതല്ല, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളടക്കം ഈ സഭകളെയൊക്കെ തന്നെ ഒരു സമവായ നീക്കം അല്ലെങ്കിൽ അനുനയിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വല്ലതും നടത്തിയിട്ടുണ്ടോ? ഞങ്ങളാരും അങ്ങനെയുള്ളത് നടത്തിയിട്ടില്ല. അദ്ദേഹമായിട്ട് പ്രത്യേകമായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ബില്ല് വന്നു, അതിനുശേഷം അദ്ദേഹം കാണാനോ ഒന്നും വന്നിട്ടില്ല, ചോദിക്കുകയും ചെയ്തിട്ടില്ല. ചുമതലയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആശങ്കപ്പെടേണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്രൈസ്തവ സഭകളെ മാത്രമല്ല എല്ലാതിനെയും ബാധിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ സൂചനയൊന്നും കിട്ടുന്നില്ല. കാരണം അങ്ങനെയെങ്കിൽ ഇത്രയും നാളായിട്ട് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നതായ FCRA അക്കൗണ്ടുകൾ എന്തുകൊണ്ട് തുറന്നു തരുന്നില്ല? ആ തുറന്നു തരാനുള്ള ആശങ്കയാണ്. കാരണം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം വളരെ നിയമം അനുസരിച്ചും നിയമപരമായി യാതൊരു പ്രയാസവുമില്ലാതെ ഒരു തരത്തിലും പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിയിലാണ് FCRA ഫണ്ടുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒരു തകരാറും അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ പേരിൽ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിൻ്റെ പേരിലാണ്? പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മോദിയുമായിട്ട് ഡൽഹിയിൽ വെച്ച് കണ്ടതായ സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ജോൺ ബിർള അവിടെ കൽക്കട്ട എന്നുള്ള ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം ഈ ന്യൂനപക്ഷത്തിലുണ്ടായിരുന്നു. അതുപോലെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതായ വടക്കേ ഇന്ത്യയിലെ ഒരു രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ച് വിജയിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരായിരുന്നു അതിൻ്റെ ചുമതലയുണ്ടായിരുന്നു. അവരോട് നേരിട്ട് ഞാൻ പോയി പറഞ്ഞിട്ടുള്ളതാണ് ഇത് മാറ്റുന്നത്. പക്ഷെ അവരൊന്നും ചെയ്യാമെന്ന് പറയുന്നത് അല്ലാണ്ട് ചെയ്യുന്നില്ല. എന്തോ ന്യൂനപക്ഷങ്ങളെയാണ് ഇത് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത്. ഭൂരിപക്ഷത്തെ ഇത് ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതുകൊണ്ട് ന്യൂനപക്ഷങ്ങളായിരിക്കും